നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബാർസലോണ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്താണെന്നാണ് പറയാനായിട്ട് വരുന്നത്. സോ കുറേ പേര് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാർസ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ലാത്ത മറ്റ് ക്ലബ്സുകളായിട്ട് പല ലിങ്ക്സ് വരുമ്പോഴും ബാർസലോണ എന്താ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഡെക്കോയുടെ ഇന്റർവ്യൂ നിങ്ങൾ കേട്ടു, ലപ്പോട്ടയുടെ പ്രസ് കോൺഫറൻസ് നിങ്ങൾ കേട്ടു. സോ ഇതിലെല്ലാം രണ്ടുപേരും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ബാർസലോണയ്ക്ക് ലലീഗയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് വരാതെ, അതായത് ബാർസലോണയുടെ സാലറി ക്യാപ്പ് എത്രയാണ്, നെക്സ്റ്റ് ഇയർ ബാർസലോണയ്ക്ക് എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ലലീഗയുടെ കയ്യിൽ നിന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട് കിട്ടാതെ ബാർസലോണ ആക്റ്റീവ്ലി ഇറങ്ങുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഈ മാസം അവസാനം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആദ്യമേ തന്നെ ലലീഗ ഒഫീഷ്യലി ബാർസലോണയുടെ സ്പെൻഡിങ് ലിമിറ്റ് അഥവാ റേഷ്യോ എത്രയാണ്, മെയിൻലി നമുക്കറിയേണ്ട നമ്മുടെ റേഷ്യോ എത്രയാണ്. ഇപ്പോൾ ഒഫീഷ്യലി 1:1 സോ നമ്മുടെ ഒഫീഷ്യൽ റേഷ്യോ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാലറി ക്യാപ്പ്, ഇത് രണ്ടുമാണ് ബാർസലോണ മെയിൻലി നോക്കി നിൽക്കുന്നത്. സോ സാലറി ക്യാപ്പ് എത്രയാണ് ലലീഗ അലോ ചെയ്തിരിക്കുന്നത്, കൂടാതെ എന്താണ് നമ്മുടെ റേഷ്യോ റൈറ്റ് നോ. ആ സാലറി ക്യാപ്പ് കിട്ടിയാലും ആ റേഷ്യോയുടെ ഒരു ഇതും കിട്ടിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ പല പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തുമാത്രം റിയലിസ്റ്റിക്കലി ആ പ്ലേയേഴ്സിലോട്ട് പോവാം, ആരെയൊക്കെ സെല്ല് ചെയ്താൽ ആ പ്ലേയേഴ്സിലോട്ട് എത്താം, എത്ര വേജ് കുറയ്ക്കണം, അല്ലെ എത്ര വേജ് വരെ കൂട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേയേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കോൺട്രാക്ട് റിന്യൂവലിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പല പ്ലേയേഴ്സുമായിട്ട് കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഒഫീഷ്യൽ വേജ് സ്ട്രക്ചറിൽ ഇത് കിട്ടിയാലേ നമുക്ക് അവർക്കാണെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുന്ന വേജസ് എത്രയാണ്, പുതിയ പ്ലേയേഴ്സ് വരുവാണെങ്കിൽ അവർക്ക് എത്ര നമുക്ക് വേജ് ഡിമാൻഡ്സ് അഗ്രി ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ ആയിട്ട് ബാർസലോണ കുറച്ച് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ലപ്പോട്ടയുടെ ഇന്റർവ്യൂവിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ പക്ഷേ ബാർസലോണയായിട്ട് കുറച്ച് ലിങ്ക്സ് വരുന്നുണ്ട്. മെയിൻലി ഡെക്കോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ പുള്ളി പറയുകയുണ്ടായി, ഒരു ഫുൾ ബാക്കോ മിഡ്ഫീൽഡറോ സെൻട്രൽ ബാക്കോ നമ്മുടെ പ്രയോറിറ്റി അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. രണ്ട് റീസൺസ് ആണ്. ഒന്ന് നമുക്കറിയാം, ജോഫ്രെ ടോറന്റെ റിയലി എന്താ പറയുക ഫ്ലിക്കിനെ ഇംപ്രസ് ചെയ്ത് അതുകൊണ്ട് ഒരു ഫുൾ ബാക്കിനെ വേണ്ട, പുള്ളി നെക്സ്റ്റ് സീസൺ ലെഫ്റ്റ് ബാക്കായിട്ട് കവർ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ബാർസലോണയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത്. രണ്ട് വൺ ഓഫ് ദ റീസൺ എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് മിഡ്ഫീൽഡ് ഇപ്പോൾ ഒരു പ്രയോറിറ്റി അല്ല, ഡിഫൻസ് ഒരു പ്രയോറിറ്റി അല്ല. സോ മേ ബി ഒരു ഫുൾ ബാക്ക് പ്രയോറിറ്റി ആയിരുന്നു. പക്ഷേ ആ ചെക്ക് നമ്മുടെ ജോഫ്രെ സ്ക്വാഡിലോട്ട് കയറി വന്നത് മേ ബി പോസിറ്റീവായിട്ട് മാറിയേക്കാം. അല്ലെങ്കിൽ മറ്റൊരു റീസൺ എന്താ വെച്ചാൽ ബാർസലോണ ഡെസ്പറേറ്റ് ആണ് ഇന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ പ്രൈസ് കൂട്ടാം. സോ അതുകൊണ്ടുമായിരിക്കാം പുള്ളി അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുള്ളിയോട് പല ട്രാൻസ്ഫർ ടാർഗറ്റ്സുകളെ കുറിച്ച്, അപ്പം നിക്കോ വില്യംസ് ഡീലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, നിക്കോ വില്യംസും ഡാനി ഓൾമോ ആയിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ സീസണിലെ രണ്ട് ടാർഗറ്റുകൾ. ഇതിലെ ഡാനി ഓൾമോ ബാർസലോണ പ്രോജക്റ്റ് പറഞ്ഞപ്പം ഹി വാസ് റെഡി ടു കം, ഒന്നും ആലോചിച്ചില്ല. പുള്ളി ഭയങ്കര എന്നാ പറയുക സപ്പോർട്ടീവ് ആയിരുന്നു. നിക്കോ വില്യംസ് സപ്പോർട്ടീവ് അല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ്. സോ അതുകൊണ്ട് ഡാനി ഓൾമോയിലോട്ട് പോയി, നിക്കോ ഓൾമോ ഡീലിലോട്ട് ഇനി ഞങ്ങൾ എൻ്റർ ആവുന്നില്ല എന്ന് ആൾ പറഞ്ഞു. കൂടാതെ ലപ്പോട്ടെ അത് കൺഫേം ചെയ്തു, നിക്കോ വില്യംസ് അല്ല മറ്റ് പല ടാർഗറ്റുകൾ നമുക്കുണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഡെക്കോയോട് ഫ്രാങ്കി ഡിയോങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഫ്രാങ്കി ഡിയോങ് സ്റ്റേ ചെയ്യുവാൻ തന്നെയാണ് പ്രതീക്ഷ. പുള്ളി ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്ട്സിലോട്ട് കിടക്കുവാണ്. പുള്ളിക്ക് ഒരു പുതിയ കോൺട്രാക്ട് പ്രപ്പോസൽ ബാർസലോണ വിടും എന്നുള്ള കാര്യം തന്നെയാണ് ഡെക്കോ കൺഫേം ആക്കിയിരിക്കുന്നത്. സോ കൂടാതെ വേജ് സ്ട്രക്ചറിനെ കുറിച്ച് മറ്റുമൊക്കെ പറയുകയുണ്ടായി. അത് പഴയ ബോർഡ് കൊടുത്ത ഇതാണ്, അല്ലാതെ പുള്ളിയുടെ കുഴപ്പമല്ല. കൂടാതെ നമ്മൾ ഈ മീഡിയയിൽ പറയുന്ന പോലെ അല്ല പുള്ളിയുടെ വേജിന്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. പക്ഷേ പ്ലെയറിനോടുള്ള റെസ്പെക്റ്റ് ആണ്, അത് കൂടുതൽ പറയുന്നില്ല. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ആളോട് സെയിൽസിനെ കുറിച്ച് മറ്റുമൊക്കെ ചോദിച്ചപ്പം ആള് ദർ വിൽ ബി ഔട്ട് ഗോയിങ്സ് എന്നുള്ള രീതിയിൽ ഒരു ഗ്ലിംസ് തന്നിട്ടുണ്ട്. സോ ബാർസലോണയുടെ സെയിൽസ്, അതായത് ബാർസലോണയിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ മുമ്പ് നിൽക്കുന്നത് അൻസു ഫാറ്റി, പാവ് വിക്ടർ, പാബ്ലോ ടോറെ എന്നീ 3 പ്ലേയേഴ്സാണ്. ഈ 3 പ്ലേയേഴ്സിനും ബാർസലോണ ഓഫ്ലോഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. കൂടാതെ ഇനിയാക്കി പെനെ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റിലോട്ട് കിടക്കുവാണ്. സോ ഒരു ഗോൾ കീപ്പർ സിറ്റുവേഷനെ കുറിച്ച് ചോദിച്ചപ്പം ഷെസ്നിക്ക് ഞങ്ങളൊരു റിന്യൂവൽ പ്രപ്പോസൽ വിട്ടിട്ടുണ്ട്, ടെർ സ്റ്റെഗൻ സ്റ്റേ ചെയ്യും. ഇനിയാക്കി പെനെ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്ട് ആണ്, ഇനിയാക്കി പെനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഡെക്കോ പറഞ്ഞു. കൂടാതെ ജോൺ ഗാർഷയെ കൊടുത്ത് എടുത്ത് ചോദിച്ചപ്പം ഹീസ് എ റിയലി ഗുഡ് കീപ്പർ. പുള്ളിയുടെ പറച്ചിലിൽ നിന്ന് ക്ലിയർലി വിസിബിൾ ആണ് ബാർസലോണ ജോൺ ഗാർഷയെ ഡീലിൽ ആക്റ്റീവ് ആണ്. എസ്പാനിയോള് റെലഗേറ്റ് ആവുകയാണെങ്കിൽ 15 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്, അല്ലെങ്കിൽ 30 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ആണ്. സോ ബാർസലോണ എസ്പാനിയോൾ റെലഗേറ്റ് ആവുകയാണെങ്കിൽ ആ 15 മില്യൺ റിലീസ് ക്ലോസ് ഈസിലി ബാർസയ്ക്ക് പേ ചെയ്യാൻ പറ്റുമായിരിക്കും, എസ്പെഷ്യലി ഈ സീസൺ എൻഡ് ചെയ്ത രീതി വെച്ച്. എന്നോട് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ നമ്മളൊരു ഗോൾ കീപ്പറിന് വേണ്ടി പോകണം. നമ്മൾ പറയാലും ഇപ്പം സ്ട്രൈക്കറും വിങ്ങേഴ്സും എല്ലാം മസ്റ്റാണ്. പക്ഷേ നമുക്കൊരു ബേസ് ആയിട്ടൊരു ഗോൾ കീപ്പർ, ഒരു ട്രസ്റ്റബിൾ ഗോൾ കീപ്പർ, എങ്ങായിട്ടുള്ള കൊള്ളാവുന്നൊരു ഗോൾ കീപ്പർ അഥവാ നമ്മുടെ സ്ക്വാഡിലുണ്ടെങ്കിൽ, പുള്ളി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും ബാർസലോണയ്ക്ക് ഓവറോൾ കിട്ടാൻ പോകുന്നത്. കാരണം ഷെസ്നി എൻഡ് ദ സീസൺ സ്റ്റാർട്ട് നല്ലതായിരുന്നു. പക്ഷേ ഷെസ്നി നമുക്കറിയാം ഈവൻ യുവൻഡസിലെ ലാസ്റ്റ് ടൈംസിലൊക്കെയാണുള്ള ആൾ കുറച്ച് മോശമായിരുന്നു. ഈവൻ ഈ സീസൺ എൻഡ് ചെയ്ത രീതി ലാസ്റ്റ് 2-3 മാച്ച് ഇല്ലായിരുന്നല്ല. പക്ഷേ ചില മാച്ചുകളിലെ പുള്ളിയുടെ പെർഫോമൻസസ് ഏജ് ക്യാച്ചപ്പ് ചെയ്യുന്നതിൻ്റെയും മറ്റുമൊക്കെ നമുക്ക് കാണാനും. കൂടാതെ ആൾ കോൺട്രാക്ട് റിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഇതുപോലെ ആൾ ഡിസിഷൻ എടുത്തിട്ടില്ല. ആൻഡ് ടെർ സ്റ്റെഗനെ ട്രസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സീസൺ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇനിയാക്കി പെനാലെ ഫ്ലിക്ക് ട്രസ്റ്റ് ചെയ്യുന്നില്ല. സോ മേ ബി ഒരു ഗോൾ കീപ്പർ മസ്റ്റ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട് ബാർസ വന്നിരിക്കുകയാണ്. സോ ജോൺ ഗാർഷ ഡീൽ ബാർസ എൻ്റർ ആവുമെന്ന് എനിക്ക് നല്ല ഫീൽ ഉണ്ട്.
അതുപോലെ തന്നെയാണ് പുള്ളിയോട് സെയിൽസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ 3 പ്ലേയേഴ്സ് പോകുന്നുള്ള സാധ്യത നമുക്ക് തോന്നുന്നുണ്ട്. കൂടാതെ ഫെറാൻ ടോറസിനെ ആസ്റ്റൺ വില്ല സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. ആൻഡ് ബാർസലോണ ഫെറാൻ ടോറസിനെ മേ ബി ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരുവാണ്. ഇപ്പോൾ ലൂയിസ് ഡിയാസിനെ അവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, റാഷ്ഫോർഡ് ഡീൽ കേൾക്കുന്നുണ്ട്, സെസ്കോ ഡീൽ കേൾക്കുന്നുണ്ട്. സോ മേ ബി ഇവരെ ആരെങ്കിലും സൈൻ ചെയ്യാനായിട്ട് ഫെറാൻ ടോറസിനെ വിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന ബാർസ സെല്ല് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 42 മില്യൺ പൗണ്ട്സ് വരെ കൊടുക്കാനായിട്ട് റെഡിയാണ് ആസ്റ്റൺ വില്ല എന്ന് കേൾക്കുന്നു. റിപ്പോർട്ടുകളാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. സോ നമുക്കറിയത്തില്ല എന്താണെന്ന്. സോ ഫെറാൻ ടോറസ് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാവിയും ഫെർമിൻ ലോപ്പസും പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പോകാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തുമില്ല എന്ന് എല്ലാ എന്താ പറയുക ബാർസലോണ റിലേറ്റഡ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്ക് രണ്ടുപേരും അൺടച്ചബിൾ ആയിട്ട് വെക്കുന്നതാനായിട്ടാണ് ആഗ്രഹം. എനിക്ക് നെക്സ്റ്റ് സീസൺ ഫെർമിൻ ലോപ്പസ് ബാർസലോണയിൽ ഒന്നൊന്നര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഫീലുണ്ട്. ഗ്യാവി നമുക്കറിയാം എന്തുമാത്രം വൈറ്റലാണെന്നുള്ള കാര്യം. സോ ഈ 2 പ്ലേയേഴ്സിനെ ബാർസ കീപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല അവരെ സെല്ല് ചെയ്യുമെന്ന്. എറിക് ഗാർഷ്യനെ ബാർസ അൺടച്ചബിൾ ആയി വെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഐ തിങ്ക് എറിക് ഗാർഷ്യനെ സെല്ല് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. അറോഹോ പോകാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് വേണ്ടി മേ ബി പ്രൊപ്പോസൽസ് വരാം. ആൻഡ് ക്രിസ്ത്യൻസൺ പോകാനായിട്ടുള്ള സാധ്യതയും ഇപ്പം തള്ളിക്കളയാൻ പറ്റത്തില്ല. ക്രിസ്ത്യൻസൺ നിൽക്കണോ വേണ്ടോ എന്നുള്ള ഒഫീഷ്യൽ ഡിസിഷൻ ബാർസലോണ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് കേൾക്കുന്നു. ഇതുവരെ ഒരു പുതിയ കോൺട്രാക്ട് പ്രപ്പോസൽ ക്രിസ്ത്യൻസൺ പോയി വിട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലലീഗയുടെ ഒഫീഷ്യൽ എന്നാ പറയുക റിപ്പോർട്ടുകൾ വരുമല്ലോ, എത്രയാണ് നമ്മൾ സാലറി ക്യാപ്പ് എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് മേ ബി പുള്ളിക്ക് പുതിയ കോൺട്രാക്ട് കൊടുക്കണോ വേണ്ടോ എന്നുള്ള ഡിസിഷനിൽ ബാർസലോണ എത്തുമായിരിക്കും. ലെറ്റ്സ് സീ എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന്. സോ അവിടെ നമ്മൾ മറ്റു കുറച്ച് റിപ്പോർട്ടുകളൊന്ന് പറയാനായിട്ടാണെങ്കിൽ അലക്സ് വാലെ ഇനി തിരിച്ച് ബാർസലോണയായിട്ടില്ല. കോമോയിലോട്ട് 6 മില്യൺ 4 മില്യൺ ഫിക്സർ പ്ലസ് 2 മില്യൺ ആഡ് ഓൺസിന്റെ ടോട്ടൽ പാക്കേജിന് കോമോയിലോട്ട് ഒഫീഷ്യലി കോമോ ആ പേയ്മെന്റ് കൊടുത്ത് അവിടുത്തെ പെർമനന്റ് പ്ലെയറായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെക്ടർ ഫോർട്ടിന് വേണ്ടി PSV ഒരു ഡീല് പ്രപ്പോസലുമായിട്ട് ബാർസലോണയെ സമീപിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഹെക്ടർ ഫോർട്ട് ബാർസ വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റഫീന 2028 വരെ കോൺട്രാക്ട് റിന്യൂവൽ നടത്തി. ലെമീൻ എമാല് 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടോക്സ് നടത്തി. എവറിത്തിങ് ഈസ് ഡൺ. പുള്ളി ഒരു ടേംസിൽ എത്തിയെന്ന് കേൾക്കുന്നു. സോ ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടില്ല. അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന. ഒഫീഷ്യൽ സൈനിങ് ഉടനെ ഉണ്ടാവുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബെർണാൽ 2029 വരെ കോൺട്രാക്ട് പുതുക്കും. ഈ മാസം മെയ് 26 ആൾക്ക് 18 വയസ്സാവും. സോ ആ സമയത്ത് ഒഫീഷ്യലി ആൾ 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്യും ബാർസലോണയായിട്ട്. അതും ഡണ്ണാന്ന് കേൾക്കുന്നുണ്ട്. കൂടാതെ മറ്റു പല ഡീൽസിനും ഇപ്പം ലെവൻഡോസ്കി ലാസ്റ്റ് ഇയർ ഓഫീസ് കോൺട്രാക്ട് ആണ്. സോ ഒരു സ്ട്രൈക്കറിനെ ബാർസലോണ നോക്കുന്നുണ്ടോ എന്ന് ഡെക്കോ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങളുടെ പ്രയോറിറ്റി അല്ല എന്നുള്ള രീതിയിലാണ്. ലെവൻഡോസ്കി ഉണ്ട്, കൂടാതെ ഫെറാനും ഓൾമോയും ഫെർമിനും ഒക്കെ ഉണ്ട്, ഫോൾസ് നൈൻ കളിക്കാനെന്നുള്ള രീതിയിലും ആൾ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സെസ്കോ ഡീൽ പോസിബിൾ ആണെങ്കിൽ ബാർസലോണ എൻ്റർ ആവാനായിട്ടുള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ അൽവാറസ് മറ്റ് റൂമറുകളൊക്കെ കാണുന്നത് ഡോൺ റസ്റ്റാസ് എനിക്ക് തോന്നുന്നില്ല അത്ലറ്റിക്കായിട്ട് നെഗോഷിയേറ്റ് ചെയ്തൊരു പ്രൈസിന് അൽവാറസിനെയൊക്കെ പുള്ളി ചെയ്യാൻ പറ്റുമെന്ന്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഗ്യോക്കറസ് ഡീലിൽ ബാർസലോണ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അവിടുന്ന് 2 പ്ലേയേഴ്സിൻ്റെ പേരൊന്ന് പറയണമെന്ന് തോന്നി. ബാർസലോണയായിട്ട് ഇപ്പോൾ റൂമറുകൾ കേൾക്കുന്നുണ്ട്. ബാർസലോണ ടോക്സ് നടത്തി എന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ഡീല് പ്രോഗ്രസ് ചെയ്യുന്നതോ അവരെ പുള്ളി ചെയ്യാൻ പോകുന്നതോ മറ്റൊന്നുമല്ല. പക്ഷേ 2 യങ്സ്റ്റേഴ്സുമായിട്ട് ബാർസലോണ ടോക്സ് നടത്തി. ഒരു അറ്റാക്കറും ഒരു മിഡ്ഫീൽഡറും 16 വയസ്സുള്ള 2 പ്ലേയേഴ്സ്. ഇവർ പുള്ളി ചെയ്യുമെന്നല്ല, പക്ഷേ ടോക്സ് നടത്തിയെന്നാണ്. മറ്റാരും അല്ല, ബോഡോ ക്ലിംറ്റിൻ്റെ സ്ട്രൈക്കറായ മിക്കേൽ ബോറോ ഹാൻസൺ 16 വയസ്സുകാരനാണ്. ചെക്കനുമായിട്ട് ബാർസലോണ ടോക്സ് നടത്തി. അതുപോലെ തന്നെ മിഡ്ഫീൽഡറായ അയാക്സിന്റെ പ്ലെയർ അബ്ദല്ല ഒസാനയായിട്ടും ബാർസലോണ ടോക്സ് നടത്തിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ഈ 2 പ്ലേയേഴ്സിന് ബാർസലോണ പുള്ളിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല, പക്ഷേ ടോക്സ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോ ഡാർവിച്ചിന് വേണ്ടി സ്റ്റുട്ട്ഗാർട്ടും ബയർ ലെവർകൂസനും ബാർസലോണയെ സമീപിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ നോ ഡാർവിച്ചിനെ അൺടച്ചബിൾ ആയിട്ടല്ല ബാർസലോണ വെച്ചിരിക്കുന്നത്. മേ ബി നല്ലൊരു പ്രപ്പോസൽ വന്നാൽ നോ ഡാർവിച്ചിനെ ബാർസലോണ വിടുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ബാർസലോണ കീപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരു പ്രപ്പോസൽ വരുവാണെങ്കിൽ സെല്ല് ചെയ്യാനും സാധ്യതയുണ്ട്. ബാർസലോണ നോ ഡാർവിച്ചിനെ അത്ര ഹൈലി അല്ല റേറ്റ് ചെയ്യുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം ഈ റിപ്പോർട്ടുകളെ കുറിച്ചും മറ്റുമൊക്കെ. സോ ബാർസലോണയുടെ ഒഫീഷ്യൽ എന്നാ പറയുക സ്പെൻഡിങ് ലിമിറ്റ് അറിഞ്ഞിട്ടേ നമുക്ക് ആക്റ്റീവ്ലി മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലൂയിസ് ഡിയാസ് മാർക്കസ് റാഷ്ഫോർഡ് ഡീലിലും ബാർസലോണ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളൊരു സംഭവങ്ങൾ ഡെക്കോ കൺഫേം ആക്കിയിട്ടുണ്ട്. കാരണം ലൂയിസ് ഡിയാസ് റാഷ്ഫോർഡ് രണ്ടുപേരും ബാർസലോണ സ്കൗട്ട് ചെയ്യുന്ന പ്ലെയേഴ്സ് ആണെന്നുള്ള, അഥവാ ബാർസലോണ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഡെക്കോ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. സോ രണ്ടുപേരും ബാർസലോണയായിട്ട് വരാനും നോക്കി നിൽക്കുകയാണ്. അതാണ് ബാർസലോണയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ്. സോ എന്തായാലും ലൂയിസ് ഡിയാസ് 80 മില്യൺ റൂമറുകളൊക്കെ കേൾക്കുന്ന വെറുതെയാണ്. ബാർസലോണ 80 മില്യൺ ഒന്നും ലൂയിസ് ഡിയാസിൽ ഒരിക്കലും പേ ചെയ്യാൻ പോകുന്നില്ല. അത് വെറുതെ കേൾക്കുന്ന റിപ്പോർട്ടുകളാണ്. അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് 40 മില്യൺ ആണ് മാൻ യുണൈറ്റഡിന്റെ ഡിമാൻഡിങ് പ്രൈസ്.
നമുക്ക് നോക്കാം. എന്തായാലും റാഷ്ഫോർഡ്, ലൂയിസ് ഡിയാസ് രണ്ടും കൂടെ ബാർസ സൈൻ ചെയ്ത് തോന്നുന്നില്ല. മേ ബി ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരാളെ ബാർസലോണ എത്തിക്കാൻ നോക്കും. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ലൂയിസ് ഡിയാസ് ആണ്. ലൂയിസ് ഡിയാസിന് 40 മില്യൺ പേ ചെയ്യുന്നത് എന്തും ഓവർ പ്രൈസ് ആയിട്ടേ ഞാൻ പറയത്തുള്ളൂ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.